ഗൈസ് അപ്പം ഇന്ന് നമ്മളുടെ എന്താണ് ഇന്നത്തെ പരിപാടി? ഇന്നത്തെ പരിപാടി നമ്മൾ നഴ്സറി പോയി സമ്മാനം കൊടുക്കുക. സെറ്റിലട മൊത്തേ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിലത്തെ ഒരു പരിപാടി അറ്റൻഡ് ചെയ്യുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോയി നോക്കാം, പരിപാടി കുമ്മാക്കാം. എന്താ പറയണേ? അപ്പോൾ ഇന്ന് നമ്മളുടെ നാടായ വായക്കാട് നൂഞ്ഞിക്കരയിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന SSLC, +2, LSS, USSC എന്നിങ്ങനെ കുറേ എക്സാമുകളിൽ വലിയ വലിയ റിസൾട്ട് കിട്ടിയവരെ അനുമോദിക്കുന്ന ചടങ്ങായിരുന്നു. അതുപോലെ നമ്മുടെ നാട്ടിലെ ഗായകനായിട്ടുള്ള അഷ്റഫ് കാലിക്കറ്റിനെയും അനുമോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പോയിട്ടുള്ളത് മുഖ്യാതിഥിയായിട്ടായിരുന്നു. വ്ളോഗിൽ കുറേയേറെ പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേങ്കിൽ മൊത്തത്തിൽ കണ്ട വേർത്തിയായിരിക്കും. അപ്പോൾ അവസാനം വരെ കണ്ടുവരിട്ടോ. നമുക്കൊരു ഹാളിലോ മറ്റോ ഒരു സ്വകാര്യ പരിപാടിയാക്കി മാറ്റാമെന്നൊക്കെ ഞാൻ നിർദ്ദേശിച്ചപ്പോൾ ഇവിടുത്തെ പ്രവർത്തകരുടെ ഒരാവേശം ആയി നമുക്ക് ഒരു പൊതുപരിപാടി തന്നെയാക്കി മാറ്റണം എന്ന് നിർബന്ധിച്ചതാണ്. പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു പരിപാടിയാണ് ഇത് എന്ന്. ഇത്തരത്തിൽ ഇവരെ രണ്ടുപേരെയും അഭിനന്ദിക്കുക. അതേമാതിരി നമ്മളെ വാർഡിൽ നിന്ന് LSS വിജയിച്ച കുട്ടികളെ, അതേമാതിരി USS ലഭിച്ച കുട്ടികളെ, SLCയിൽ ഫുൾ A+ കിട്ടിയ കുട്ടികൾ, അതേമാതിരി +2 ഫുൾ A+ കിട്ടിയ കുട്ടികൾ, അതേപോലെ തന്നെ NMMS ലഭിച്ച കുട്ടികളെ, ഇവരെയൊക്കെ അഭിനന്ദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജയശ്രീരാമൻ അധ്യക്ഷനായിരിക്കും. നമുക്കൊന്ന് അനുമോദിക്കുക എന്നുള്ള നിലക്ക് അപ്പോൾ ആ സമയത്ത് റഷീദ് കുറച്ചപ്പുറത്തായതുകൊണ്ട് റഷീദിനെ കിട്ടിയില്ല. നൂഞ്ഞിക്കരയാണെന്ന് പറഞ്ഞപ്പോൾ റഷീദിനെ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വരെ അതിൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു. ഞങ്ങളെ പാർട്ടി നേതൃത്വത്തിൻ്റെ ആളുകളോട് അദ്ദേഹത്തിന് കിട്ടിയതിന് ശേഷമല്ലേ ബന്ധപ്പെടാൻ പറ്റുള്ളൂ. ആ സമയത്താണ് നിങ്ങളുടെ പോസ്റ്റർ ഇറങ്ങുന്നത്. നിങ്ങളുടെ പോസ്റ്ററിൽ ഡോക്ടർ ഫായിസ് മുഖ്യ അതിഥിയായിട്ട് ഉണ്ട് എന്ന് പറയുന്ന പരിപാടിയിലേക്ക് ഞാൻ എത്തുക. കാരണം വിശേഷനോട് നിർബന്ധമായിട്ട് പങ്കെടുക്കണം പറഞ്ഞു. രീതിയിലേക്കാണ് ഈ പരിപാടിയിലേക്ക് എത്തിയത്. അത് കണ്ടപ്പോൾ സമയത്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അദ്ദേഹത്തിന് സത്യത്തിൽ ആ യാത്രയിൽ അടങ്ങിയിരിക്കാം. എത്ര ആളുകൾ എത്ര ബോഗിയിൽ യാത്ര ചെയ്യും? ഒരു ട്രെയിനിന്റെ ബോഗി എന്ന എത്ര നീളം ഉണ്ടാവും? ആ നീളത്തിൽ ഒരു ബോഗിയിൽ തന്നെ എത്ര ആളുകൾ ഉണ്ടാവും? പക്ഷേ സഹായിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ പഠിക്കുന്നതും നമ്മൾ നേടുന്ന വിദ്യാഭ്യാസവും നമ്മുടെ അറിവും പങ്കുവെക്കാനുള്ളതാണ്. അത് കൊടുക്കാനുള്ളതാണ്. സ്നേഹമായാലും നമ്മൾക്ക് കൊടുക്കാനുള്ളതാണ്. അങ്ങനെയുള്ള ഒരു വലിയൊരു വിശാല മനസ്സ് അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ MBBSൽ ഉന്നത മാർക്കോട് കൂടി പാസ്സായിട്ടുള്ള ഈ നാട്ടുകാരനും ജന്മം നൽകിയ നാട്ടിലുള്ള ആദ്യത്തെ ഒരു സ്വീകരണമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രസംഗം കേൾക്കാനൊന്നല്ല നിങ്ങൾ നിൽക്കുന്നതെന്ന് അറിയാം. സമ്മാനം കിട്ടാനാണ്. അധികം ബോറടിപ്പിക്കുന്നൊന്നുമില്ല. ഇങ്ങനൊരു പരിപാടി വെച്ച പുതിയപ്പിനും റഷീദിക്ക, ജയ്സലിക്ക, വിശ്വനാഥേട്ടൻ, ചന്തുവേട്ടൻ, പിന്നെ സ്റ്റേജിന് മുന്നിലും ബാക്കിലും എല്ലാം ആയിട്ടുള്ള UDF പ്രവർത്തകർക്കും പിന്നെ കൂടി ചേർന്ന എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാട്ടിൽ വെച്ച് നമ്മളെ അനുമോദിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. നമ്മളെ വീട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളേറ്റവും, അതിപ്പോൾ എന്നെ പറ്റിയല്ല കേട്ടോ, എന്നെക്കാട്ടിൽ വേറെ വിവരങ്ങളിൽ എത്താൻ പോകുന്നവരാണ് എൻ്റെ മുന്നിലുള്ളവർ. നമ്മളിവിടെ MBBS എന്നുള്ളതിൽ ഒതുങ്ങി. ഇനിയൊരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് MBBS മാത്രമായിരിക്കും മേ ബി. പക്ഷെ നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ തുടക്കക്കാരാണ്. ഇപ്പോഴേ നിങ്ങൾ ജയിച്ചു തുടങ്ങിയാൽ ഇനി എവിടേക്കോ നിങ്ങൾക്ക് എത്താം. MBBS എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഇട്ടാവട്ടത്തിൽ മേ ബി അതൊരു വലിയ കാര്യമായിരിക്കും. പക്ഷേങ്കിൽ ഇനി വരും കാലഘട്ടത്തിൽ അങ്ങനെയല്ല, അതിലപ്പുറത്തേക്കുണ്ട്. നാസയിൽ ഇപ്പോൾ മലയാളികൾ പോകുന്നുണ്ട്. നാസൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഐസറിൽ പോകുന്നുണ്ട്, എയിംസിൽ പോകുന്നുണ്ട്. അങ്ങനെ വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ ചൊവ്വയിൽ വരെ ഇനി മലയാളിമാരെത്തും. അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് MBBS ഒന്നുമല്ല. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വലിയ സ്ഥാനത്ത് എത്താൻ പറ്റിയതിൽ നന്ദിയുണ്ട്, ഭാഗ്യമുണ്ട്. ബാക്കി വീട്ടുകാരോടും നാട്ടുകാരോടാണെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ആ തുടക്കം മുതലേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പണ്ട് നിങ്ങളുടെ ചിലവിലുള്ള പോലെ ഒരു A+ നഷ്ടപ്പെട്ട്, അന്ന് ഞാൻ ടെക്നിക്കലായിരുന്നു പഠിച്ചിരുന്നത്. അന്ന് 11 A+ ഉള്ള ഒരാളായിരുന്നു ഞാൻ. അന്ന് സ്കൂളിൽ പരിപാടി പറഞ്ഞൊരു സംഘടനയും കൂട്ടായ്മ ഒക്കെ ഉണ്ടായിരുന്നു, അവരെയൊന്നും ആക്കിയിരുന്നത്. പിന്നെ +2 ഫുൾ A+ കിട്ടിയപ്പോഴും നാട്ടുകാരുണ്ടായിരുന്നു. MBBS കിട്ടിയപ്പോഴും നാട്ടുകാരുണ്ടായിരുന്നു.
നമ്മളെപ്പോഴും നാട്ടുകാരുണ്ടെങ്കിൽ നമുക്കതൊരു വേറൊരു സ്ട്രോങ് ആണ്, നമുക്ക് വേറൊരു പിന്നെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു രസം ഉണ്ടാവും. ബാക്കി നമുക്ക് പഠിത്തം കാര്യം പഠിക്കണ്ടെന്നല്ല, പഠിക്കന്നെ വേണം, പഠിത്തത്തിന് പഠിത്തം തന്നെ വേണം. പക്ഷെ ഒപ്പരം എല്ലാവരും ഉണ്ടെങ്കിൽ ആ പഠിത്തത്തിന് ആ വിജയങ്ങൾക്ക് അത് വല്ലാത്തൊരു ഇമ്പാണ്, വല്ലാത്തൊരു രസമാണ്. നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാല്, കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ വൈബാണ്, സെറ്റാണ്. ഞാനിവിടെ പഠിച്ചത് മദ്രസയിലും കാര്യങ്ങളൊക്കെ അവിടെയായിരുന്നു, പക്ഷെ UP സ്കൂളിലായിരുന്നു പഠിച്ചത്, വായക്കാട്. പോരാത്തതിനിപ്പം 5-6 കൊല്ലമായിട്ട് MBBS പഠിച്ചത് ഹിമാചൽ പ്രദേശിലാണ്. അപ്പം പരിചയം നമുക്ക് കുറവായിരിക്കും, പക്ഷേങ്കിൽ നമ്മൾ കണ്ടുമുട്ടും. PG കൂടി കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ എവിടെയെങ്കിലുമൊക്കെ സെറ്റിൽ ആവണമെന്നാണ്. ബാക്കി നമുക്ക് കാണാം. ഇനി കൂടുതൽ ഇങ്ങനെ കഥകൾ പറയണോ, എന്താ വേണ്ടേ? കഥകള് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ പറയാം. നിങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും വിചാരിക്കും. ഇനിയിപ്പം നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചെങ്ങായി ഇവിടെ വന്നിട്ട് മത്സരത്തിന് സമ്മാനം കിട്ടാൻ വന്നതിന് നമ്മൾക്ക് കഥ പറഞ്ഞിട്ട് ബോറടിപ്പിക്കാന്ന്. എന്നാലും ചുരുക്കി പറയാം, ഇല്ലേ? കേൾക്കൂലേ? വേറെ പരിപാടി ഉണ്ടോ? ഓക്കെ. അപ്പം സംഭവം നടക്കുന്നത്, ഞാൻ ഹിമാചലിൽ നിന്ന് പഠിത്തം മൊത്തം കഴിഞ്ഞു, MBBS കഴിഞ്ഞു, ഹൗസ് സർജൻസിയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് അവിടുന്ന് കെട്ടൊക്കെ കെട്ടി ഇങ്ങോട്ടേക്ക് പോരുമായിരുന്നു. അപ്പം പോന്നിരുന്നത് കേരള സമ്പർക്രാന്തി, നിങ്ങൾ ഡൽഹിയിലൊക്കെ പോയാൽ കുറേ പോയിട്ടുണ്ടാവും, അതിലായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഞാൻ അധികം ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യാറ്. ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ ഒന്നാമത് ഹിമാചലിൽ ഒപ്പരം പഠിക്കുന്നവർ കുറവാണ്. പിന്നെ എനിക്കിഷ്ടം അതാണ്. അതാവുമ്പോൾ നമുക്ക് പുതിയ ഫ്രണ്ട്സുകൾ കിട്ടും, പുതിയ ആൾക്കാരെ കിട്ടും. നമ്മളെ ജീവിതം പഠിക്കുന്നത് ആൾക്കാരിലൂടെയാണ്. അതിപ്പോൾ ഞാനിപ്പോൾ MBBS ആയതുകൊണ്ട് വലിയ ആളായതുകൊണ്ട് പറയുന്നില്ല കേട്ടോ, വലിയ ആളായിട്ടില്ല, എന്നാൽ അങ്ങനെ പറയില്ല. നമുക്ക് ജീവിതം പഠിക്കണോ, അത് നിങ്ങൾ ആൾക്കാരെ കണ്ടാൽ മതി. ഒരാളോട് ഒന്ന് സംസാരിച്ചാൽ മതി 2 മിനിറ്റ്, അപ്പം നിങ്ങൾക്ക് ഒരു കഥ കിട്ടും. അടുത്ത ആളോട് സംസാരിക്കുമ്പോൾ അടുത്ത കഥ കിട്ടും. ജീവിതം നിങ്ങൾ തോറ്റുപോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ചില സമയത്ത്. ഇനി എന്ത് ചെയ്യും, എനിക്ക് മാത്രമാണല്ലോ ഇടങ്ങേറ്, എനിക്ക് മാത്രമാണല്ലോ ഇങ്ങനെ ലൈഫിൽ ഭഗവാൻ, ഈശ്വര, അള്ളാഹ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കുന്നുണ്ടാവും. പക്ഷെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് ബാക്കിയുള്ളവരെ കഥ അറിയില്ല. നമ്മൾ കാണുന്നത്, നമ്മൾ സോഷ്യൽ മീഡിയാസിലും കാര്യങ്ങളൊക്കെ അറിയുന്നത് ജയിക്കുമ്പോഴാണ്. തോറ്റോലെ കഥകൾ കുറവായിരിക്കും. നമ്മൾ തോറ്റോലെ കഥകൾക്ക് പിന്നിൽ പോകുമ്പോഴാണ് നമുക്ക് ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിക്കുകയുള്ളൂ. ഈ ജയിച്ചവരാണെങ്കിൽ ഇപ്പോൾ ഞാൻ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് മെയിനായിട്ട് ഞാൻ ഭയങ്കര പഠിപ്പിയിരുന്നു, അന്നെങ്കിൽ ഫുൾ A+ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നീറ്റൊക്കെ ചെയ്ത് ഗവൺമെൻറ് സീറ്റൊക്കെ വന്ന് ഭയങ്കര പഠിത്തമായതുകൊണ്ട് എനിക്ക് കിട്ടി, അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ ആക്ച്വലി എൻ്റെ സ്റ്റോറി അങ്ങനെയല്ല. കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ. അന്നത്തെ കാലത്ത് ഉള്ളവർ ഈ റോട്ടുമ്പോൾ കൂടി അല്ല ഞാൻ പോവാറ്. അല്ലാത്തവരാണെങ്കിൽ അറിയാം, ഞാൻ 1 കൊല്ലം റിപ്പീറ്റ് ചെയ്തിരുന്നു. ഫസ്റ്റ് ചാൻസിൽ തന്നെ ഇപ്പോഴത്തെ കാലത്ത് ഗവൺമെൻറ് സീറ്റ് കിട്ടാൻ പാടാണ്. അപ്പോൾ ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പം തന്നെ MBBS സീറ്റ് വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് എക്സാമിനെ പറ്റി അറിയുമെന്ന് അറിയില്ല, ഭയങ്കര ടഫാണ്. കാരണം 5-6 കൊല്ലങ്ങൾ ഈ ഒരു MBBS സീറ്റ് കിട്ടാനും വേണ്ടി പഠിക്കുന്നവരോടൊപ്പമാണ് നമ്മൾ ഈ ഒരു ഇട്ടാവട്ടത്തു നിന്ന് ഉള്ള പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മത്സരിക്കുന്നത്. എൻട്രൻസ് എക്സാം എന്ന് പറയുമ്പോൾ MCQ കാര്യങ്ങളൊക്കെ ആണ്, 4 ഓപ്ഷൻ വന്ന് കുത്തണം. അപ്പം അതിനുവേണ്ടി ഞാൻ കോഴിക്കോട് പഠിച്ചു. കോഴിക്കോട് പഠിക്കുമ്പം അന്ന് വീട്ടിൽ അവിടെ നിർത്തി പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. പയമ്പരണം പറയുന്നതായിട്ടൊന്നും ആവുന്നില്ലല്ലോ, ആണോ? അപ്പം അന്ന് ഞാൻ ഓടലായിരുന്നു. രാവിലെ എനിക്ക് 7:00 കോഴിക്കോട് എത്തണം. 7:20 എത്തിയില്ലെങ്കിൽ അവിടെ ഗേറ്റ് അടിക്കും. അപ്പോൾ ഇവിടുന്ന് ആകണ്ടാണ് നമ്മളെ 300 രൂപേൻ്റെ വണ്ടി, അന്നത്തെ ജനകീയ വണ്ടി, ഇന്നത്തെ ജനകീയ വണ്ടി ഇപ്പം ഇല്ലാന്ന് തോന്നുന്നു. അന്ന് ആ വണ്ടി കിട്ടിയാൽ അതിന് പോയാൽ എത്തൂല, കാരണം കോഴിക്കോട് എത്തി അവിടുന്ന് പിന്നെ കുറച്ചുകൂടി പോവാണ്ട്. ഇപ്പം കാണുന്ന ഒരു ഡോക്ടർ എന്നുള്ള പേരുണ്ടെങ്കിൽ അതിന് മാത്രമുള്ള പണി എടുത്തിക്കണ്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പം ചിലപ്പോൾ അതൊന്നും തോന്നുന്നുണ്ടാവില്ല. നിങ്ങൾ കാണുമ്പോൾ എന്താ പറയുക, അങ്ങനെ ഒരു വീഡിയോ കണ്ട് ഓൻ ഡോക്ടറായിട്ടുണ്ടാവും, എൻ്റെ അമ്മ ടീച്ചറാണ്, അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ടീച്ചറായതുകൊണ്ട്. ഇപ്പം ടീച്ചർ ആവാത്തതുകൊണ്ടാണ് നമ്മളെ മക്കളെ നമുക്ക് ആക്കാൻ പറ്റാഞ്ഞ്. എൻ്റെ വാപ്പ കൂലിപ്പണിക്കാരനുമാണ്, അപ്പം എന്താ പറയുക, കൂലിപ്പണിക്കാരൻ്റെ മക്കൾക്കും ആവാം. അങ്ങനെ ഒന്നുമില്ല. നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് സംഭവം നേക്ക് കിട്ടിയാൽ മതി. ഫസ്റ്റ് ഒരു കാര്യം അതാണ്, നമുക്ക് എന്ത് വേണമെന്നുള്ളത് നമ്മളാണ്, നിങ്ങളാണെങ്കിൽ മക്കളോടാണ് പറയാനുള്ളത്. നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി എങ്ങോട്ടാ പോകേണ്ടതെന്നുള്ളത്. നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടുന്ന എന്താണ്, ചോറുന്നാത്ത സമയത്ത് നേരെ മൊബൈൽ ഫോണാണ്. നമ്മൾ മൊബൈൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് കുറേ വീഡിയോസ് കാണും, കുറേ ഗെയിം കളിക്കും. നമ്മൾ അങ്ങനെ മൈൻഡ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡിൽ അതേ ഉണ്ടാവത്തുള്ളൂ. പിന്നെ രക്ഷിതാക്കളാണെങ്കിൽ അതേ ഇപ്പോഴത്തെ കാലത്ത് വിചാരിക്കത്തുള്ളൂ. നേരെ മൊബൈൽ ഫോൺ കൊടുക്കുന്നു, ഒരു കളിച്ചോട്ടെ, നമുക്കൊരു സ്വസ്ഥം കിട്ടിയാൽ മതിയല്ലോ. നമ്മളെ മെയിൻ കാര്യം അതാണ്, നമുക്ക് സമാധാനം വേണം. ഓരെന്തേലും ആവട്ടെ, മൊബൈൽമേ കളിച്ചോട്ടെ, മറ്റേമേ കളിച്ചോട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക്
ഇപ്പൊ ഒരാളുണ്ടായി കഴിഞ്ഞാൽ, സത്യം പറയുകയാണെങ്കിൽ എനിക്ക് LSS കിട്ടിയിരുന്നു, അന്ന് എനിക്ക് അറിയായിരുന്നു കിട്ടിയ ആൾക്കാരുണ്ടായതുകൊണ്ട് എങ്ങനെ പഠിച്ചാൽ മതി, LSS ഉണ്ട്, അങ്ങനെ ഒരു എക്സാം ഉണ്ട്. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ അവിടെ എത്തിപ്പെടാൻ പറ്റത്തില്ല. നമ്മൾ നാട്ടിലോ വീട്ടിലോ എവിടെയെങ്കിലും ഒരാളുണ്ടെങ്കിൽ LSSന് കൊടുക്കണം, LSSന് പഠിക്കണം. അങ്ങനെ LSSന് ഞാൻ പഠിച്ചു തുടങ്ങിയത് തന്നെ ഇങ്ങനെ ഒരു കാര്യമുള്ളതുകൊണ്ട്. അന്ന് ഞാൻ ഇമ്മൻ്റെ വീട്ടിലായിരുന്നു താമസിക്കാറ്. അവിടുന്ന് കുറെ ആൾക്കാർ പറഞ്ഞു LSS എക്സാം ഉണ്ട്, കൊടുത്തു നോക്കാണ്ടു കിട്ടും. അപ്പം അന്നത്തെ എൻ്റെ ഒരു മൈൻഡ് സെറ്റ്, അന്ന് ഇങ്ങനെ ഫോണൊക്കെ വന്ന് നമ്മളെ ഇടങ്ങാറാക്കിയിട്ടൊന്നുമില്ല. ഇപ്പോഴത്തെ കാലത്തല്ല ഇങ്ങനെ മൊബൈൽ ഫോൺ അന്ന് വാങ്ങാനുള്ള സാഹചര്യം ഇല്ല. ആ ഒരു സമയത്ത് നമ്മൾ പഠിച്ചു, നിങ്ങളെ പോലൊക്കെ പഠിച്ചു. അപ്പം നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ആ ഒരു ടൈമാണ് ഓർമ്മ വരുന്നത്. എൻ്റെ സമയത്ത് LSS ആണെങ്കിലും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ LSS അല്ലേന്ന്. പക്ഷെ പഠിച്ച എനിക്കറിയാം ആ ഒരു നിശ്ചിത ടൈമിനുള്ളിൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കണം. ഏതൊരു വിജയം, ഒരു ചെറിയ വിജയമാണെങ്കിലും അതിനുണ്ട് ഇടങ്ങേറ്. നിങ്ങൾക്ക് എന്താ ആവണ്ടേ, എന്താ ഭാവിയിലാവണ്ടേ പറയുന്നേ? പറയടാ, എന്താ വേണ്ടേ? ബാക്കിയുള്ളവർക്ക് എന്താ വേണ്ടേ? LSS കിട്ടിയാലും പറയും എന്താ വേണ്ടേ? പ്ലസ് ടു ഉള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? പറയടാ, ആഗ്രഹം പറഞ്ഞോന്നെന്താ പറഞ്ഞോ. എല്ലാരും ഡോക്ടർ ആവണമെന്ന്, എല്ലാരും എഞ്ചിനീയർ ആവണമെന്ന് ഞാൻ പറയുന്നില്ല. ഡോക്ടറോ എഞ്ചിനീയറും മാത്രമല്ല ഫീൽഡ് ഉള്ളത്, പല ഫീൽഡും ഉണ്ട്. നമ്മൾ ആഗ്രഹം ഇപ്പൊ ഒരു ഡ്രൈവർ ആവണമെന്ന് പറഞ്ഞാൽ അതും ഒരു ആഗ്രഹമാണ്. പക്ഷെ നമ്മൾ ആഗ്രഹം നമുക്ക് ആദ്യം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മളെ കഴിവ്. ആഗ്രഹങ്ങൾ ഇല്ലാണ്ട് വെറുതെ പോയി കഴിഞ്ഞാൽ എവിടെ എത്തൂല. നമ്മൾ വിചാരിക്കും ഇതിപ്പോ ഇങ്ങനെയൊക്കെ പോയാൽ മതി. ഇപ്പൊ 10-ലല്ലേ, 10-ലാണ് വൈത്തിരിവാണ് നമ്മൾ കേട്ട സംഭവം. ഇപ്പൊ LSS എനിക്ക് തോന്നുന്നു ഇക്കൊല്ലാണ് ഇവിടെ, ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, വിജയിച്ചിട്ടില്ല എന്നല്ല. പക്ഷെ LSS ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയിരുന്നോ? ആദ്യം അറിയിരുന്നോ? ഒന്ന് പറയട്ടാ, അറിയില്ലല്ലോ. അതാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴേ അറിയത്തുള്ളൂ. നമ്മൾ ആഗ്രഹങ്ങൾ എപ്പോഴാണ് ഇങ്ങനെ വളർന്നു വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ ഇനിയിപ്പം എനിക്കറിയില്ല, എന്നെ കാണുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഡോക്ടർ ആവണമെന്ന് തോന്നുന്നുണ്ടോ? ഒരാൾക്കെങ്കിലും തോന്നില്ലേ? അതിലാണ് നമ്മളെ വിജയം. ഇപ്പൊ ഞാൻ ഡോക്ടറായി കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ എന്റെ കാര്യം നോക്കി ശമ്പളം കിട്ടുന്ന വേണമെങ്കിൽ ദുബായി പോയാൽ നല്ല പൈസ ഉണ്ടാക്കാം, ഞാൻ അതും പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ പോവാം. പക്ഷെങ്കിൽ ഞാൻ കാരണം നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും എന്നെ പോലെ ആവണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെയാണ് ഞാൻ ജയിക്കുന്നത്. ബാക്കി കുറെ എക്സാം എഴുതി ജയിക്കുന്നോ, കുറെ പൈസ ഉണ്ടാക്കുന്നോ, അല്ലെങ്കിൽ കുറെ വീട് വെക്കുന്നോ, അതൊന്നും ഒരു വിജയമല്ല. വിജയം എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ മാതൃക ആക്കുകയാണെങ്കിൽ, നമ്മളിലൂടെ ഒരാള് ഓൻ ഉണ്ടായോണ്ട് ഞാനും അങ്ങനെ ആയി, അല്ലെങ്കിൽ ഓൻ കാരണമാണ് എനിക്ക് അങ്ങനെ ആവാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അതാണ് നമ്മളെ വിജയം. അപ്പം ഡോക്ടർ ആവണം തന്നെയല്ലേ? ഇനി മാറുമെന്ന് ചോദിച്ചാൽ, ഞാനും ഓരോ കാര്യങ്ങൾ കാണുന്നതിനനുസരിച്ച് ചെയ്യുന്നു. അന്ന് കുറച്ച് സിനിമാ പ്രാന്തനൊക്കെ ആയിന്. അപ്പം സ്കൂൾ കഴിഞ്ഞിട്ട് പോയി കാണുമ്പോൾ നേരെ പോയിട്ട് പോലീസിന്റെ ഫൈറ്റ് കാണുക. അപ്പൊ ഞാൻ പോലീസ് ആണെന്ന് പറയും. എന്താരും ചോദിച്ചാലും കൈ വെക്കും, ഇച്ച് പോലീസ് ആണെന്ന് പറയും. പിന്നെ പട്ടാളക്കാരെ കാണും, ആർമി സിനിമ കാണുമ്പോൾ അത് കണ്ടിട്ട് പട്ടാളം എന്ന് പറയും. നമ്മളെ ആഗ്രഹങ്ങൾ മാറൂല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കില് നമ്മളെ ആഗ്രഹങ്ങൾ ഒരു 10ാം ക്ലാസ് എത്തുമ്പോഴത്തേക്ക് ഒരു ചെക്ക് ഇട്ട് വെക്കണം, ഉറപ്പിക്കണം. എനിക്ക് ഇതാണ് ആവണ്ടേ, ഇതാവാൻ എന്ത് ചെയ്യണം, പിന്നെ അവിടുന്ന് കണ്ടെത്തണം, തേടണം, എന്താവണം, എന്ത് ചെയ്യണം എന്നുള്ളത്. ഈ 2 കാര്യങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ, ആഗ്രഹങ്ങളും തേടി പോകാനുള്ള മനസ്സുണ്ടെങ്കിൽ അവിടുന്ന് വിചാരിച്ച തന്നെ ആവും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഡോക്ടർ ആവാന്ന് പറഞ്ഞത് വലിയ ഇടങ്ങാറുള്ള കാര്യമൊന്നുമല്ല. ഇപ്പം നിങ്ങൾ വിചാരിച്ചത്ര പൈസയും വേണ്ട. ഞാൻ പഠിച്ചത് ഗവൺമെന്റ് കോളേജിലാണ്, ഗവൺമെന്റ് സീറ്റിലാണ്. അപ്പം നമുക്ക് ഇനിയിപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാം. ആളൊരു പുതിയ ഡോക്ടറൊക്കെ ഉള്ള സ്ഥിതിക്ക് ഞാൻ പഠിച്ചത് 10ാം ക്ലാസ് വരെ നിങ്ങൾ പഠിക്കണമായിട്ട് പഠിച്ചാൽ മതി. നിങ്ങൾ ബേജാറാവണ്ട, കൂളായിട്ട് പഠിച്ചോളി. പക്ഷെ എനിക്ക് ഒന്നും കൂടി ഇംഗ്ലീഷ് മീഡിയം പഠിക്കാന്നായിരുന്നു. ഒന്നാമത് നമ്മളെ ഫാമിലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇംഗ്ലീഷ് പഠിച്ചോളി എന്നുള്ളത്. ഇപ്പം നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും മലയാളം മീഡിയം ആണെങ്കിലും പേടിക്കൊന്നും വേണ്ട. ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ഒരേ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. പക്ഷെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് മലയാളം അറിയാം. മലയാളം നിങ്ങൾ മറക്കുമോ? ഞാൻ ഇപ്പം എവിടെ പോയാലും ഈ മലപ്പുറം ഭാഷയാണ് പറയല്. അതിലപ്പുറത്തേക്ക് ഞാൻ പറയാറില്ല. ഇജ്ജ് ബുജ്ജി കജ്ജി തന്നെ എൻ്റെ നിന്ന് വരുള്ളൂ. പക്ഷേങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ എന്താണ്, നമ്മൾ ഇവിടെ ഇരിക്കേണ്ട ആൾക്കാരല്ല കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ നമുക്ക് അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒന്നുകൂടി ഈസി ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ പറയാനുള്ളത്, അങ്ങനെ 10ാം ക്ലാസ് വരെ നിങ്ങൾ കൂളായിട്ട് പഠിക്കും, പ്രഷർ കൊടുക്കണ്ട. ഫുൾ A+ ഉണ്ട് അവിടെ. നിങ്ങൾ ഫുൾ A+ എന്ന് കണ്ടു പഠിക്കില്ലേ. ഞാൻ എൻ്റെ മാക്സിമം പഠിക്കും. എന്തോ ആവട്ടെ, ഫുൾ A+ ആവട്ടെ, 9 ആവട്ടെ, 8 ആവട്ടെ, 7 ആവട്ടെ, നിങ്ങളെ മാക്സിമം നോക്കി. എനിക്ക് ഹിന്ദി ഇഷ്ടമല്ലായിരുന്നു, അത് വേറൊരു കഥ ഉണ്ട് കേട്ടോ.
എനിക്ക് ഹിന്ദി എന്ന് പറഞ്ഞൊരു കാര്യം ഇഷ്ടമില്ലാത്ത, പഠിക്കാനേ ഇടങ്ങാറായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അന്ന് 5ാം ക്ലാസ്സിൽ നിന്നായിരുന്നു പിന്നെ പഠിക്കൽ നിർബന്ധമെന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചായിരുന്നു. പക്ഷെ ഇപ്പം ഹിന്ദിയാണ് എൻ്റെ മെയിൻ സംഭവം എന്നുള്ളതന്നെ പറയണേ 5-6 കൊല്ലമായിട്ട്. സോ അതുകൊണ്ടായിരുന്നു ഞാൻ ഒന്നാമത് ടെക്നിക്കലില് പഠിക്കാനുള്ള കാര്യം. പക്ഷേങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ഹിന്ദിയും പഠിക്കണം. എന്ന സമയത്ത് ഞാൻ നല്ലപോലെ പഠിച്ചും ചെയ്തിരുന്നു, സുഗമ ഹിന്ദി പരീക്ഷയൊക്കെ പാസ്സായും ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ വിചാരിക്കുന്നത് ഇതിപ്പോ എന്തിനാ പഠിക്കുന്നത്, ഇതിപ്പോ പഠിച്ചിട്ട് എന്താ, ഇപ്പൊ 4 ആൾക്കാർ നാട്ടിൽ പണി വന്നാല് ഹരേ ബായിക്കാ അല്ലേന്ന് ചോദിക്കല്ലാണ്ട് എന്ത് ആവശ്യമുണ്ടോന്ന് നിങ്ങൾ വിചാരിക്കാം. അപ്പൊ കുറെ കഥകൾ പറഞ്ഞു പോകുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു അന്തം കിട്ടുന്നുണ്ടാവില്ലേ എവിടുന്ന ഞാൻ തുടങ്ങി എവിടെ എത്തിയെന്നുള്ളത്. കഥകൾ പറഞ്ഞുതരാം, അതിന് മുമ്പ് സമ്മാനദാനം ആക്കാന്നാ പറയണേ. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു ഇൻട്രസ്റ്റ് ആവും. അങ്ങനെ സമ്മാനദാനമൊക്കെ കഴിഞ്ഞ് എല്ലാ വീഡിയോസും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് അഷ്റഫ് കാലിക്കറ്റിന്റെ ഗാനാലാപനയാണ്. ഉള്ളേല് മൂത്ത ആരാ അവിടെ ഉള്ളേല്? പറടാ, ഹൃദയം എന്താ ചെയ്യുന്നത്? നിങ്ങളൊക്കെ പറയല്ലേ എന്റെ ഹൃദയത്തിൽ നിന്നൊരു വേന, എന്റെ നെഞ്ചിൽ നിന്നൊരു വേനാന്ന് പറയില്ലേ, എന്താ സംഭവം, എന്താണ് പറഞ്ഞോളി. ഓക്കെ, ഹൃദയത്തിന്റെ മെയിൻ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ ശരീരത്തിലെ എല്ലാ സ്ഥലത്തും മോട്ടറില്ലേ നമ്മൾ കാണുന്ന വെള്ളം അടിക്കുന്നത്, അതേ ഒരു കാര്യം മാത്രമേ നമ്മളെ ഹൃദയം ചെയ്യുന്നുള്ളൂ. നമ്മളെ ബോഡിയിൽ നിന്ന് ശുദ്ധരക്തം ആക്കിയിട്ട് അത് ബാക്കി ശുദ്ധരക്തം ആക്കുന്ന ആരാ? ലങ്സ്. ഓക്കെ, ലങ്സ് ശുദ്ധരക്തം ആക്കി തരും. അതിനെ ബാക്കി എല്ലാ സ്ഥലത്തും നമുക്ക് വേണ്ടത് വർക്ക് ചെയ്യാനോ ആണെങ്കിൽ എല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ ഓക്സിജൻ വേണം. ജടങ്ങറാവണ്ട, ലൂസാക്കി പിടിച്ചോ. അപ്പം ഈ ഹൃദയം നിൽക്കുമ്പോൾ പിന്നെ ഒന്നും നടക്കൂല. ഹൃദയം പമ്പ് ചെയ്തിട്ടില്ലേ, ബ്ലഡ് കിട്ടിയില്ലേ, ശുദ്ധരക്തം കിട്ടിയിട്ടില്ലേ, പിന്നെ എല്ലാ ഓർഗൻസും നമ്മളങ്ങ് സ്റ്റോപ്പായി പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യാത്ത ഹൃദയത്തെ വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പൊ എങ്ങനെ മനസ്സിലാവുക വർക്ക് ചെയ്യുന്നില്ല, ഇതാണ് എൻ്റെ കുഴപ്പം എന്നുള്ളത്? ഇപ്പൊ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ കേസിൽ പേഷ്യൻറ്റിൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ വോമിറ്റ് ചെയ്ത സാധനം ഉള്ളിൽ കയറിയതാണ്. അപ്പൊ അവിടെ അയാളെ ഹൃദയം എല്ലാം ആദ്യം നിൽക്കുക. ആദ്യം നിൽക്കുന്നത് എന്താണ്? ഇപ്പൊ നമ്മൾ തൊണ്ടേ കുടുങ്ങി എന്ന് പറയില്ലേ, തൊണ്ടേ കുടുങ്ങുമ്പോൾ ശരിക്കും എവിടെ കുടുങ്ങുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്? ട്രെയിൻ മോൾക്കല്ലടാ, അടിക്ക് എങ്ങനെ പോവാ? ഇങ്ങോട്ടേക്ക് എന്താ പോണേ? പള്ളൻ്റെ അകത്തേക്ക് എന്തൊക്കെ പോണേ? പറഞ്ഞോല്ലേ, ആർക്കും പറയാ. ഫുഡും പോകുന്നു, വേറെന്ത് പോകുന്നു? വെള്ളം പോകുന്നു, അല്ലാണ്ട് വേറെ എന്താ പോകുന്നത്? ഓക്സിജൻ പോകുന്നു. അതാണ് രണ്ട് ഓട്ടമുണ്ട് നമുക്ക്. ഇവിടെ വരെ 2 ഓട്ടമുണ്ട്. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ഓട്ടമുള്ളൂ. ഇവിടെ ഉള്ള 2 ഓട്ടങ്ങൾ ഏതൊക്കെ? ഒന്ന് ശ്വാസം എടുക്കാനുള്ളൂ, ഒന്ന് ഫുഡ് കഴിക്കാനുള്ളൂ. ഇത് കൂളാവ്, പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ എന്താ പറയാ, നമ്മളെ ഫുഡ് പോകുന്ന പൈപ്പിലേക്ക് പോയിട്ടില്ലേല് നേരെ എങ്ങോട്ട് പോകും? ലങ്സിൽ. തരിപ്പ് പോകാറില്ല, നമ്മൾ ഇങ്ങനെ തട്ടൂലേ, എന്താ സംഭവം? തലൻ്റെ അകത്ത് പോയിട്ടാണ് നമ്മളാക്കുന്നത്, അല്ലല്ലോ. ഇവിടെ പോയിട്ടുള്ളതിന് അതൊരു റിഫ്ലക്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മെയിനായിട്ട് ഫുഡ് പൈപ്പിലല്ലാണ്ട് നമ്മളെ ലങ്സിൻ്റെ അകത്ത് പോകുമ്പോഴാണ് നമുക്ക് പ്രോബ്ലം ഉണ്ടാവുക. അപ്പോൾ എൻ്റെ കേസിൽ ആദ്യം വോമിറ്റ് ചെയ്ത സാധനം ആ ഒരു പൈപ്പിലേക്ക് പോയി. അപ്പോൾ അവിടെ ഞാൻ ആദ്യം ചെയ്യേണ്ടത് CPR കൊടുക്കില്ല. ഹൃദയം നിന്നിട്ടില്ല, ഹൃദയത്തിന് ഇനിയും ബാക്കിയുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം തൊണ്ട കുടുങ്ങിയ സാധനം ഇങ്ങനെ കിടക്കട്ടോ, പിന്നെ നമുക്ക് എത്തിപ്പിക്കാം. ഓക്കെ, ഇങ്ങനെ നേരെ കടന്നു. അപ്പൊ എന്തായി? നമ്മൾ കടന്നുപോയി, ഹൃദയം വർക്ക് ചെയ്യുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യാത്ത ഹൃദയത്തെ വർക്ക് ചെയ്യിപ്പിക്കണം. ഹോസ്പിറ്റലിലേക്ക് 1 മിനിറ്റ് കൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഇന്നൂഞ്ഞര ഹോസ്പിറ്റൽ ഇല്ല, ഇനിയിപ്പം ഭാവിയിൽ ഉണ്ടാക്കൂല്ലേ? വാർഡ് മെമ്പർ എന്തായാലും ഉണ്ടാക്കി തരും, ഉണ്ടാക്കിയിട്ടേ പോകുന്നുള്ളൂ, ഒരു ഡിസ്പെൻസറിയെങ്കിലും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ വർക്ക് ചെയ്യാത്ത ഹൃദയത്തെ വർക്ക് ചെയ്യിപ്പിക്കണം. എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കും? എവിടെ ഹൃദയം കിടക്കുന്നത്? പറ. ആരെങ്കിലും സ്കൗട്ടിലുണ്ടോ? സ്കൗട്ടിൽ എങ്ങനെ നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാന്നറിയോ? അവിടെ കൊടുക്കല് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാ. ലെഫ്റ്റ് ഹാൻഡ് എടുത്താ ഇങ്ങനെ കൊടുക്കുക. എന്തുകൊണ്ടാ? നമ്മളെ ഹേർട്ട് എന്ന് പറയുന്നത്, ഹൃദയം എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് ടിൽറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ആർക്കാര്യങ്ങൾക്ക് അറിയില്ലല്ലോ.
നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടുവിൽ ഇങ്ങനെ ലവ് ഇട്ട് ആരോ മാർക്ക് ഇടുന്ന സാധനമല്ല ലവ്, നമ്മളെ ഹൃദയം എന്ന് പറയുന്നത്. ഹൃദയം എന്ന് പറഞ്ഞാൽ കുറച്ച് ചെരിഞ്ഞ് ലെഫ്റ്റ് സൈഡിലോട്ടാണ്. അപ്പം ഏകദേശം എന്ന് പറഞ്ഞല്ല, എക്സാക്റ്റ് ആയിട്ട് വരുന്നത് നമ്മളെ ഇവിടെ നെഞ്ചും കൂടിൻ്റെ മുന്നിലൊരു എല്ലുണ്ട്, സ്റ്റേൺ എന്ന് പറയും, അറിയോ? ഇതന്നെ, ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ്. അപ്പം എങ്ങനെയാണ് ഹൃദയം വർക്ക് ചെയ്യുന്നത്? മോട്ടർ എങ്ങനെ വർക്ക് ചെയ്യുക? കറണ്ട് വേണം. കറണ്ട് കൊടുക്കുമ്പോൾ തന്നെ എങ്ങനെ ഫസ്റ്റ് സ്വിച്ച് വെക്കും. സ്വിച്ച് വെക്കുമ്പോൾ ഫസ്റ്റ് എന്താ സംഭവിക്കുന്നത്? എന്താ? കറണ്ട് വരും. ഒരു സ്പാർക്ക് കിട്ടണം നമ്മൾ പറയില്ലേ? വർക്ക് ചെയ്യാനൊരു സാധനം കിട്ടണം. ഒരു തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ മോട്ടർ എപ്പോഴും ഇങ്ങനെ കളിക്കില്ലല്ലോ. എന്താണ് ഒരു ഫസ്റ്റ് ഒരു സ്പാർക്ക് കിട്ടിയാൽ പിന്നെ സ്മൂത്ത് ആയിട്ട് അങ്ങ് വർക്ക് ചെയ്തോളും. അപ്പൊ ആ സ്പാർക്ക് കിട്ടിപ്പിക്കുക, അല്ലെങ്കിൽ അതിനുള്ളൊരു എസ്എനോട് ഉണ്ടാക്കുന്ന ആ ഒരു പവർ നമ്മൾ മാനുവലായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. എങ്ങനെ കൊടുക്കും? പറ. അങ്ങനെയാണോ കൊടുക്കേണ്ടത്? നമുക്ക് ചില സമയത്ത് നമുക്ക് എങ്ങനെയും കൊടുക്കേണ്ടി വരും. പക്ഷെ പ്രോപ്പറായിട്ട് കൊടുക്കുമ്പോൾ ആൾക്കാർ ജീവിക്കാൻ പോവുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ഈ ഒരു പോസ്റ്ററിൽ ഇരിക്കുക. നമ്മളെ ആരാണോ അസുഖം പിടിച്ചു വെക്കുന്നത് അയാളോട് പ്രതലത്തിൽ, ഞാൻ കൊടുത്ത രീതി ഇതല്ല, നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കൊടുത്ത രീതിയിൽ എങ്ങനെയാണോ നമ്മൾ പോസിബിൾ ഉള്ളത് അപ്പോൾ കൊടുക്കണം. പക്ഷെ വീട്ടിലൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോസ്റ്ററിൽ പറ്റും. അപ്പോൾ നമ്മളിവിടെ കടത്തുക. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ എവിടെ ഞാൻ ഹേർട്ട് പറഞ്ഞത്? ഹൃദയം എവിടെയാ പറഞ്ഞത്? സ്റ്റേണത്തിന്റെ അടിയിലായിട്ട്. കൈ ഈ ഒരു പൊസിഷൻ, ഈ കൈ ഇങ്ങനെ പിടിക്കുക, ഈ കൈ ഇങ്ങനെ പിടിക്കുക. എല്ലാവരും പിടിച്ചു നോക്കി. പിടിച്ചാ? ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ പിടിക്കുന്നതായിട്ട് എന്താ വ്യത്യാസം? വലിയ ആൾക്കാർ പറയട്ടെ, എന്താ വ്യത്യാസം? പവർ കൂടും. നമ്മളെന്താ പറയാ, മൊത്തം എനർജി ഇതിലേക്ക് ആക്കാൻ പറ്റും. അപ്പൊ അതിനല്ല കൂടുതൽ എഫക്റ്റീവ്നെസ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ പിടിക്കുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞ ആ ലൊക്കേഷൻ എവിടെയാണ്? സ്റ്റേണം. ഈ നെഞ്ചും കൂടെ എൻ്റെ ഫീൽ ചെയ്യാൻ പറ്റും. മനുഷ്യ ശരീരം പറഞ്ഞാൽ സിമ്പിളാണ്. വലിയ MBBS ഒന്നും പഠിച്ച് ഡോക്ടർ ആവണ്ട, ഫീൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അനാട്ടമി പഠിക്കാൻ കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ പിടിക്കുന്നു. ആ ഒരു പൊസിഷനിൽ പിടിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി എന്ത് ചെയ്യണം? അമർത്തണം. എങ്ങനെ അമർത്തണം? നമ്മൾ അമർത്തേണ്ടത്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അമർത്തുമ്പോൾ ഈ ഒരു ബോഡിന്റെ, ഈ ഒരു കൈയിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്, ഈ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് മാറാൻ പറ്റില്ല. അഥവാ നിങ്ങൾ ഇങ്ങനെ അമർത്തരുത്. നമ്മൾ അമർത്തുന്നത് എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം, നേരെ പിടിച്ചിട്ട്. ഓക്കെ, മനസ്സിലാവുണ്ടോ? ഇങ്ങനെ അമർത്തണം. ഒരിക്കലും ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ എൻ്റെ ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മൾ അത്രയും എനർജി വേണം. സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്ന സാധനം നിന്നതിന് നമുക്ക് തുടക്കിപ്പിക്കണം. അപ്പൊ ഇങ്ങനെ നമ്മൾ എത്ര വട്ടം ചെയ്യണം? അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 30 വട്ടം ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? വെറും കൃത്രിമ ശ്വാസം കൊടുക്കണം. കൃത്രിമ ശ്വാസം എങ്ങനെ കൊടുക്കും? ഇതൊക്കെ എങ്ങനെ കൊടുക്കും? തൊള്ള മൗത്ത് ടു മൗത്തായിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് കൊടുക്കണം. അപ്പം ഈ 2 കാര്യങ്ങൾ ഉണ്ടായാലും നമ്മൾ നല്ല CPR ആയെന്ന് പറയുള്ളൂ. വെറുതെ എങ്ങനെ കൊടുത്താലൊന്നും രക്ഷപ്പെടൂല. നമുക്ക് രക്ഷപ്പെടുത്തണം. നമ്മൾ ട്രൈ ചെയ്യുന്നതുകൊണ്ട്, നമ്മൾ മനുഷ്യജീവനായിട്ട് ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. ഡോക്ടർ എങ്ങനെ ട്രൈ ചെയ്യുന്നല്ലോ നമ്മൾ പറയാം, രക്ഷപ്പെടുത്തിയെന്നല്ല പറയാം. അപ്പം 30 വട്ടം ഇങ്ങനെ കൊടുക്കുന്നു. പിന്നെ 3 വട്ടം ശ്വാസം കൊടുക്കുന്നു. ശ്വാസം ഇമ്പോർട്ടൻ്റ് ആണ്. ശ്വാസം കിട്ടിയില്ലെങ്കിൽ മരിച്ചു പോകും. ശ്വാസം കൊടുക്കണം. നമുക്ക് എന്താ പറയാ, ഈ ഒരു CPRും കൊടുക്കണം. ഇങ്ങനെ എത്ര നേരം കൊടുക്കണം? ഈ ഒരു പറഞ്ഞ പരിപാടി എന്നുള്ളത് ഒരു സൈക്കിളാണ് CPRന്റെ. എത്ര വട്ടം കൊടുക്കണം? കോമൺ ആയിട്ട് ചിന്തിക്കുന്ന എത്ര വട്ടം നമ്മൾ കൊടുക്കും? എത്ര നേരം കൊടുക്കും? 1 മണിക്കൂറോ? അന്റെ ജീവന് എത്ര വില കൊടുക്കുന്നത്? പറ. 1 മണിക്കൂർ എന്റെ ജീവന് വില ഉള്ളൂ? എത്ര നേരം കൊടുക്കും? പറഞ്ഞോളി. എത്രയും വേണേ കൊടുക്കണം. ആള് ജീവിക്കുന്ന വരെ നമ്മൾ കൊടുക്കണം. കാരണം ഒരാളെ ജീവൻ എന്ന് പറഞ്ഞാൽ 1 അവർ കൊണ്ടുള്ളതല്ല. നമ്മൾ കൊടുക്കുന്ന ആളാണ്. നമുക്ക് 1 അവർ കൊടുക്കുമ്പോൾ ടയേർഡായി പോകും. പക്ഷെ ജീവിക്കപ്പെടേണ്ട ആളെന്താണ്? അയാൾക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്നാണ്. മരണത്തിനും ജീവിതത്തിന്റെ ഇടയ്ക്ക് കുറച്ചൊരു സമയമുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ചിലപ്പോൾ അയാൾ എന്താ പറയാ, വക്കത്തെത്തി നിൽക്കുകയായിരിക്കും. ചിലപ്പോൾ അവർക്ക് ആ ഒരു പ്രസ് കിട്ടിയാൽ മതിയാവും. ചിലപ്പോൾ ആ ഒരു ഏട്ടൊന്ന് തുടങ്ങിയാൽ മതിയാവും അയാൾക്ക് പിന്നെ ജീവിച്ചു തുടങ്ങാൻ.
അപ്പം നമ്മൾ എത്ര നേരം എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു കൺഫേം ആക്കൽ എങ്ങനെയാണ് ഇനിയിപ്പോൾ ജീവിച്ചിരിക്കണ്ടോ മരിക്കണ്ടോന്ന് എങ്ങനെ ഇപ്പോൾ ഒരാൾ മരിച്ചിട്ടുണ്ടോന്ന് അറിയാം. ഇപ്പം മരിച്ചിട്ടുണ്ടോന്ന് മരിച്ചില്ല എന്ന് അറിയാനുള്ള എൻ്റെ തെളിവുകൾ എന്തൊക്കെ? ഈ പള്ളാവലും ഈ ശ്വാസം ഇത് കൂടി വരലൊക്കെ, ശ്വാസം ഞാൻ ആദ്യം പറഞ്ഞു വോമിറ്റേഴ്സ് ഉള്ളിൽ പോയി ശ്വാസം വരുന്നില്ല എന്ന്. അപ്പം നമുക്ക് ഇനി നോക്കാൻ എന്തൊക്കെയുള്ളത്? പൾസ് നോക്കണം. നമുക്ക് ഈസി ആയിട്ട് നോക്കാൻ പറ്റിയ എന്താ ഉള്ളത്? ഏറ്റവും ഈസി ആയിട്ട് ഇളകുവോ? അപ്പൊ കൊമയിൽ കിടക്കുന്ന ആൾ ഇളകുവോ? നമുക്ക് ഈസി ആയിട്ട് നോക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? ഹൃദയം പിടിക്കുന്നുണ്ടോ നോക്കണം. അത് പറ്റൂലേ? അത് നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് വെച്ചാൽ ചില സമയത്ത് നമുക്ക് പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ അത് കുറവാണ്, അതും പറ്റൂല. അപ്പൊ അടുത്ത് എന്ത് നോക്കും? നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്ത് സ്റ്റെതസ്കോപ്പ് ഉണ്ടാവും, നമ്മൾ നോക്കാം. അപ്പൊ അടുത്ത് നോക്കാൻ കഴിയുന്നതാണ് പൾസിൽ ഇവിടെ ഉള്ള ഒരു പൾസ്, കരോട്ടിഡ് പൾസ് എന്ന് പറയും. ഇവിടെ ഫീൽ ചെയ്ത് നോക്കുന്നത്. ഇനി അതും നിങ്ങൾക്ക് ഇടങ്ങാറായിരിക്കും അതൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ. അപ്പൊ അതിൽ നോക്കുന്നതാണ് അടുത്ത് കണ്ണ്. കണ്ണിന്റെ പ്യൂപ്പിൾ എന്താ അറിയോ? ഈ ചെറിയ കണ്ണില്ലേ, അത് വലുതാവും. പിന്നെ അതിലേക്ക് ലൈറ്റ് അടിച്ച് നോക്കുക. അപ്പൊ അതിന്റെ മൂവ്മെന്റ് ഉണ്ടോ നോക്കിയാൽ മതി. ഇപ്പൊ എൻ്റെ ഇതിലേക്ക് ലൈറ്റ് അടിച്ച് നോക്കിയാൽ എനിക്ക് കാണും. അപ്പുറത്തും ഇപ്പുറത്തും ലൈറ്റ് അടിച്ച് നോക്ക്. ഈ ഒരു ചെറിയ സാധനം വലുതാവും ചെയ്യും, ചെറുതാവും ചെയ്യും. അപ്പൊ അപ്പോഴും ജീവൻ ഉണ്ടോന്ന് നമുക്കറിയാം. ഇത്രയും കാര്യങ്ങൾ അറിയാം. പക്ഷെ ഇങ്ങനെ ആണെങ്കിൽ കൂടി അങ്ങനെ ഉണ്ടെങ്കിൽ ജീവൻ വരും, വെക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള. ജീവൻ ഉണ്ട്, ഉള്ളിലുണ്ട്. പക്ഷെ എങ്കിൽ ഹേർട്ട് വർക്ക് ചെയ്യുന്നില്ല, നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൂടി നമ്മളെ പ്രോട്ടോകോൾ അനുസരിച്ച് കൺഫേം ചെയ്യരുതെന്ന കൺഫർമേഷൻ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യല് ഇതൊക്കെ മനുഷ്യന്റെ കാര്യങ്ങളാണ്. നമ്മൾ നോക്കുന്നതിൽ തെറ്റ് പറ്റാം, ബാക്കിയെല്ലാം പറ്റാം. ECG നോക്കുക. അടുത്ത് ഏറ്റവും അവസാനം ECG നോക്കിയിട്ട് ഒരാൾ മരിച്ചു എന്നുള്ളത് നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാവും. മരിച്ചു കഴിഞ്ഞ് കൊണ്ടുപോകുമ്പോൾ എണീറ്റ് ജീവിച്ചു എന്നുള്ളത്. സോ അങ്ങനത്തെ കാര്യത്തിൽ ഞാൻ ബിലീവ് ചെയ്യുന്നില്ല. മരിച്ചു കഴിഞ്ഞാൽ മരിച്ചതാണ്. ഇനിയിപ്പോൾ അയാൾ ജീവിച്ചിട്ടുണ്ടായാൽ മരിച്ചിട്ടില്ലായിരുന്നു, നമ്മൾ അയാളെ കൊല്ലാൻ നോക്കി എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യണം? അവസാനം വീട്ടിലൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ വയസ്സ് വരെ ഉണ്ടാവും. നമ്മൾ കുറേ കാലം നോക്കി നമ്മൾ തന്നെ ഒരു മടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഉള്ളതിലാരും അങ്ങനെ മടുക്കണമല്ലൊന്നും ഉണ്ടാവില്ല. നിങ്ങളൊക്കെ ഉഷാറാണ്, നമ്മളെ നാട്ടുകാർ ഉഷാറല്ലേ. അപ്പം നിങ്ങൾ മരിച്ചെന്ന് അറിഞ്ഞാലും ഒന്നെങ്കിൽ അറിയുന്ന ആളോട് ചെക്ക് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ പോയിട്ട് ഒരു ECG എടുക്കുക. ECG ആണ് ഏറ്റവും കൺഫർമേഷൻ ആയിട്ടുള്ളത്. അപ്പം അതിൽ ഫ്ലാറ്റ് ലൈൻ ആണെങ്കിൽ പിന്നെ ആൾ പോയി എന്നുള്ളത്. എന്തായിരുന്നുള്ളത്? ഇരിക്കണം, അങ്ങനെ ഇരിക്കണം. ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഇരിക്കുന്നു, കൈ വെക്കുന്നു. അടുത്തത് എവിടെ നോക്ക്, ഫീൽ ചെയ്തിട്ട് വെക്ക്. ഞാൻ പറഞ്ഞ വേറൊരു കാര്യം നീ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ കൈ എന്താവണം? ഇങ്ങനെ ഒടിഞ്ഞു കുത്തരുത്, നേരാവണം. ഈ ഒരു ഗുഡ് CPR എന്നുള്ളത്, നല്ലൊരു CPR കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളെ നെഞ്ചും കൂടി പൊട്ടിപ്പോവും. അത്രക്ക് കൊടുക്കണം എന്നാണ്. വേനലല്ല, സെറ്റല്ലേ? അപ്പം ഇനിയിപ്പോൾ എന്നെ കളിയാക്കാന്ന് വിചാരിക്കരുതോ. ഇത്ര കുറച്ച് തടിയുള്ള ആൾക്കാരിൽ നമ്മൾ എന്താക്കണം? അടിയിലേക്ക് കൊടുക്കുക തന്നെ വേണം. അപ്പം അത്രയും മെലിഞ്ഞിട്ടുള്ളതാണെങ്കിൽ എന്നാലും 4 സെന്റിമീറ്റർ എങ്കിലും അടിയിലേക്ക് പോകണം നമ്മളെ കൈ. കൊടുക്കുന്നൊക്കെ സെയിം ആടാ. 30 വട്ടം നമ്മൾ കൊടുക്കുന്നു, 30 വരെ ഉണ്ടെന്ന് CPR കൊടുക്കുമ്പോൾ, എന്നിട്ട് 3 വട്ടം ശ്വാസം കൊടുക്കുന്നു. പിന്നെ അത് തുടരുന്നു. നിങ്ങൾ കൊടുക്കുന്നി അടുത്തേക്ക് നിന്നോ. കൈ നേരെ. ഇവിടെ അനക്കൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ മനുഷ്യ ശരീരത്തിൽ ഉള്ളിലല്ലാത്ത പുറമുള്ളവൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നെഞ്ചും കൂടിന്റെ അവസാനത്തെ അല്ലേ അവിടെ ഫീൽ ചെയ്യില്ലേ? നോക്ക്, പറ്റില്ലേ? അവിടെ കൊടുക്കണം നമ്മള്. കൊടുത്തോ, നേരാക്കിയിട്ട് 30 എണ്ണം കൗണ്ട് ചെയ്യ്. 1 2 3. അപ്പൊ ശ്രദ്ധിക്കണടാ, കൈ പോകരുത്. നിങ്ങളൊക്കെ ചിരിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾ ലൈഫിൽ എപ്പോഴെങ്കിലും പെടുമ്പോഴാണ് നമുക്കറിയാം. ഇപ്പോഴത്തെ ഒരു ചിരി ചിലപ്പോൾ ചിരിയായിരിക്കും, പക്ഷെ ലൈഫിൽ ഇപ്പം ശരിക്കും ഉണ്ടെങ്കിൽ ചിരിക്കാൻ പറ്റുമോ? നമുക്കറിയില്ല. പെട്ടില്ലേ? നമ്മളെ അമ്മയാണ്, വാപ്പാണ്, അച്ഛനാണ്. അമ്മയാണെങ്കിൽ എന്ത് ചെയ്യും? എത്ര വരെ തുടരണം? ജീവിക്കുന്നവരെ. അപ്പോൾ ഇത്രയും മതിയെന്ന് തോന്നുന്നു. അറ്റ്ലീസ്റ്റ് നിങ്ങളിതൊന്ന് വീട്ടിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വീഡിയോസ് യൂട്യൂബിൽ ഇഷ്ടമായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നീച്ചോടാ, എനിക്ക് ഇനി ഇവന്റെ ട്രൈ ചെയ്തണോ? പകരം വീട്ടിയാലോ നമുക്ക്.
ആക്സിഡന്റ് പറ്റിയിട്ട് നിലത്ത് കിടക്കുന്ന ആൾക്കാരെ നിങ്ങൾ എന്താ ചെയ്യുക? വലിയ ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ പറയും എന്താ ചെയ്യുക? ഇപ്പൊ വലിയൊരു കാർ ആക്സിഡന്റ് ഉണ്ടായി, ആള് ബോധമില്ലാണ്ട് നിലത്ത് കിടക്കുക, ആദ്യം എന്താ ചെയ്യുക? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എങ്ങനെ കൊണ്ടുപോകും? പറഞ്ഞോളി, കുഴപ്പമില്ല. ഇങ്ങനെ തെറ്റിലൂടെയാണ്. ഇപ്പൊ വലുതായാലും നമുക്ക് തെറ്റുകൾ പറ്റാം. ഇപ്പൊ ഈ ഒരു വേദിയിൽ ചെയ്യുന്ന തെറ്റ് നമ്മൾ ഒരിക്കലും പിന്നെ ചെയ്യത്തില്ല. ഈ ഒന്നുകൂടി കടന്നോ, അല്ലേച്ച് കടന്നോ, കടന്ന് കുഴങ്ങില്ലേ, കടന്നോ. ഇനി ഇവനെന്താ ഇത്രയും വലിയ ആക്സിഡന്റ് പറ്റി ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്, എന്താ നിങ്ങൾ ചെയ്യാ? നിങ്ങൾ വന്നോളി, നിങ്ങളിങ്ങനെ വാർഡ് മെമ്പറാണ്, നിങ്ങളിങ്ങനെ വരികയാണ്, വന്നോളി, അവിടുന്ന് വന്നോളി. ആദ്യം എന്ത് ചെയ്യും? നിങ്ങൾ നോർമലായിട്ട് വേദിയിലാണെന്നൊന്നും വേണ്ട, നിങ്ങൾ റോട്ടുമ്പോൾ കൂടി ഇങ്ങനെ വരിക, തട്ടി നോക്കിട്ടോ. എന്നിട്ട് ഫസ്റ്റ് എയ്ഡ് എന്ത് കൊടുക്കും? ഇപ്പം ആള് വണ്ടി വന്നത്, നമ്മളെടുത്തതാ വണ്ടി വന്ന്, അപ്പുറത്തുനിന്ന് ആള് വെള്ളം കൊടുക്കണമെന്ന് പറയുന്നുണ്ട്, ഇപ്പുറത്തുനിന്ന് ആള് എടുത്ത് വെക്കുമെന്ന് പറയുന്നുണ്ട്, അപ്പുറത്തുനിന്ന് ആള് കാല് പൊക്കി നോക്കുമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്താ ആദ്യം ചെയ്യാൻ പോണേ? ശ്വാസം വലിക്കുന്നു നോക്കും. ഞാൻ പറഞ്ഞ ഒരു കണ്ടീഷൻ ആണെങ്കിൽ, അഥവാ ഹാർട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ തോന്നുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ CPR കൊടുത്തുകൊണ്ടേ ഇരിക്കണം, എന്നിട്ടേ കയറ്റാൻ പറ്റത്തുള്ളൂ. അതല്ല, ആൾക്ക് ഇങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. അതിലേറെ നമ്മൾ പേടിക്കേണ്ട കാര്യം എന്താണ്? ഹാർട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ആള് പക്ഷെ ബോധമില്ലാണ്ട് കിടക്കുകയാണ്, ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കണ്ണ് ഡയലേറ്റ് ആയിട്ടില്ല. അടുത്ത് നോക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ആക്സിഡന്റ് പറ്റി കിടക്കുന്നവരോട് എന്താ പറയാ, ആദ്യം ബോധമില്ലാത്ത ആളാണെങ്കിൽ വെള്ളം കൊടുക്കും. നമുക്ക് അവസാനത്തെ വെള്ളമായിരിക്കും കൊടുക്കാൻ പറ്റുമോ? വെള്ളം കൊടുക്കരുത്. ബോധമില്ലാത്ത ആൾക്ക് വെള്ളം കൊടുത്താൽ ബോഡിക്ക് അറിയത്തില്ല എങ്ങോട്ട് പോകണം എന്നുള്ളത്. ഫുഡ് പൈപ്പിക്ക് പോയാൽ ഓക്കെ, പക്ഷെ ഫുഡ് പൈപ്പിക്ക് പോകത്തില്ല. നമ്മളെ ഇത് രണ്ടും അടക്കുന്നതും തുറക്കുന്നതുമായിട്ട് നമുക്കൊരു വേറൊരു എപ്പിഗ്ലോട്ടീസ് ഉണ്ട്. അപ്പോൾ ഈ സാധനം വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് എല്ലാ ഫുഡ് കഴിക്കുമ്പോൾ നേരെ പള്ളേക്കും, ഫുഡ് കഴിക്കാത്തപ്പോൾ നമ്മളെ ശ്വാസം എടുക്കുന്ന സമയത്ത് ലങ്സിലേക്കും പോകുന്നത്. അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യമാണ്, നമ്മൾ ഈ ഒരു വേദിയിൽ വന്ന ആൾക്കാർ ഓർക്കേണ്ടതാണ്, വെള്ളം ഒരിക്കലും കൊടുക്കരുത്. ബോധമില്ലാത്ത ആൾക്കോ ആക്സിഡന്റ് പറ്റി ഇച്ചിരി ബോധം പോയവർക്കാണെങ്കിലും വെള്ളം കൊടുക്കാൻ നിൽക്കരുത്. വെള്ളം കൊടുക്കണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോയാൽ പിന്നെ പൈപ്പൊക്കെ ഇട്ടിട്ടാണ് ബോധമില്ലാത്തവർക്ക് കൊടുക്കുക, അറിയോ? കണ്ടണോ? അപ്പോൾ അതൊന്ന് നോക്കി നമ്മൾ ആ തെറ്റ് ചെയ്തില്ല. രണ്ടാമത്തെ ഫസ്റ്റത്തെ കാര്യം, നമ്മൾ ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടോ. ഇപ്പൊ രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ് മൂന്നാമത്തെ കാര്യം, കാറ് വന്ന് നിന്നിക്കണം അവിടെ. കൗതിലിടാൻ പറ്റുമോ? ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. നമുക്കുള്ള മെയിനായിട്ടുള്ള, നമ്മളിപ്പം എല്ലാ സെൻസസും, നമുക്ക് എല്ലാം മണക്കുന്നത്, വർത്തമാനം പറയുന്നത്, കഴിക്കുന്നത്, ഇവിടെ നടന്നു വരുന്നത്, ചലിക്കുന്നത് എല്ലാം നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനാണ്. ബ്രെയിനിലേക്ക് ഈ വേണ്ട സെൻസേഷൻ പോകുന്നത് സ്പൈനൽ കോഡിലേക്കാണ്. അപ്പോൾ സ്പൈനൽ കോഡിലേക്കുള്ള കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മൾ മൊത്തം തീർന്ന്, പിന്നെ എന്താ പറയുക, ചലനമില്ലാണ്ട് നിൽക്കുക എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പൊട്ടിക്കിടക്കുന്ന ചെരുപ്പ്, ആ ഒരു സ്പൈന് പൊട്ടിക്കിടക്കുന്ന ഉള്ളിലുള്ള ഞരമ്പ് പൊട്ടിയിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ പൊട്ടാണ്ട് നോക്കണം. എങ്ങനെ അപ്പം എടുത്തു വെക്കണം? നമ്മൾ അങ്ങനെ എടുക്കരുത്. നമ്മൾ ചെയ്യേണ്ടത്, ഇട്ടിരിക്കുന്ന ഷർട്ടാണല്ലോ അല്ലെങ്കിൽ തുണിയോ എന്തെങ്കിലും ഇട്ടിട്ട് അത് കുട്ടീനെ ചെരിച്ച് വെച്ചിട്ട് അത് പിടിച്ച് കൊണ്ടുപോവുക. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു കാര്യം കൊണ്ട് നമ്മൾ സംഭവിച്ചു പോയതാണ്, പക്ഷെ ശരിക്കും എന്തായിരിക്കും, നമ്മൾ ചെയ്ത തെറ്റുകൊണ്ടായിരിക്കും ആ കുട്ടിക്ക് പിന്നെ ചലനമില്ലാണ്ട് ഇരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ മിനിമം കാര്യങ്ങളാണ്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾക്കൊക്കെ അറിയില്ല. ഇത്രേ ഉള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. പിന്നെ ആ കുട്ടി എങ്ങാനും സ്പൈനൽ പൊട്ടിക്കഴിഞ്ഞ്, ഞരമ്പ് പൊട്ടിക്കഴിഞ്ഞാൽ ബെഡിൽ ഇതേപോലെ ഒരു കിടക്കേണ്ടി വരും. അപ്പം നമ്മൾ അത് ശ്രദ്ധിക്കൂല. അത് കഴിഞ്ഞാൽ നമ്മൾ പറയാം, ആ ചെങ്ങായി ഉരുമ്പെട്ടിട്ട് കാർ ആക്സിഡന്റ് ഉണ്ടാക്കി പറ്റിയതാണെന്നുള്ളൂ, ബാധിച്ചാൽ. അപ്പോൾ അത്രയും കാര്യങ്ങളുള്ളൂ. പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. സോ ആദ്യം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വേദി തന്നതിനും ഇതുവരെ കേട്ട് നിന്നവർക്കും എല്ലാവർക്കും നന്ദി. പിന്നെ വാർഡ് മെമ്പർക്കും ബാക്കി വേദിയിലുള്ള എല്ലാവർക്കും വീണ്ടും നന്ദി. ഇനി ഇതുപോലെ പരിപാടികൾ ഇനിയിപ്പം നമ്മളുടെ തീർന്നോന്നറിയില്ല. എന്തായാലും ഇനി PGയും കാര്യങ്ങളൊക്കെ എടുക്കണം, സ്പെഷ്യലൈസേഷനും. നിങ്ങളൊക്കെ പ്രാർത്ഥനയും ബാക്കി കാര്യങ്ങളൊക്കെ കൂടെ വേണം, സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടെ ഉണ്ടായാൽ മതി. പഠിക്കാനുള്ള നമുക്ക് പഠിക്കാമെന്ന്.
ബാക്കി ഉഷാറാക്കാന്ന്. നിങ്ങൾ കൂടെ ഇങ്ങനെ സപ്പോർട്ടായിട്ട് ഉണ്ടായാൽ മതി. ഉണ്ടാവൂലേ? എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. പോരെ? വേറെന്താ വേണ്ടേ? വേറെന്താ വേണോ? അത് മതി. ചെക്കന് ഡോക്ടറാണ്, നിങ്ങൾ കൂടെ ഉണ്ടായാൽ മതി. പിന്നെ അതേപോലെ നിങ്ങളെ മക്കളെ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഡോക്ടർ ആവാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ചോദിച്ചോണ്ടു, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ചോ. ഗൈസ്, അങ്ങനെ നമ്മളെ സമ്മാനം കിട്ടി സെറ്റാക്കി വീട്ടിൽ പോവാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരു ബൈ പറയടാ. ബൈ. അടുത്ത വ്ളോഗുമായി ഉടൻ വരുന്നതാണ്.